ഇരയും വേട്ടക്കാരനെന്നൊരു വാക്കുണ്ട്. മാട്ടിയേട്ടൻ ട്രോഫി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, ഇത് നീ കൊണ്ടുപോയിക്കോ, നിനക്ക് നീ തന്നെ വച്ചോ. ഒരുപാടൊന്നും നേടിയില്ലെങ്കിലും എന്തൊക്കെയോ ഫുട്ബോളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പട്ടാളക്കാരൻ്റെ മോനായിട്ടാണ് ജനിച്ചത്. പട്ടാള ക്യാമ്പിലാണ് 4-5 വർഷം വരെ ബാംഗ്ലൂർ എലഹ ക്യാമ്പിലായിരുന്നു. പക്ഷേ ഈ അഭിപ്രായങ്ങൾ പലപ്പോഴും അഭിപ്രായം പറയുന്നവരെ മോശക്കാരായിട്ട് കാണുന്ന ഒരു സമൂഹമുണ്ട്. ഇതെനിക്കൊരു വലിയൊരു മോട്ടിവേഷനാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് ഉണ്ടാക്കണം എന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഫുട്ബോളിലെ ശത്രുക്കൾ ഫുട്ബോളിലെ ആൾക്കാർ തന്നെയാണ്. എൻ്റെ ഗ്രാമത്തിലെ കുട്ടികളെ ഇന്ത്യ കളിപ്പിക്കുക, ഇന്ത്യൻ ജേഴ്സി അണിയിപ്പിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഏകദേശം അടുത്തെത്തിയാണ്. ഒരാൾ ഇന്ത്യൻ ക്യാമ്പ് വരെ വന്നു. പക്ഷേ ഇന്ത്യൻ ജേഴ്സി ഇട്ട് കാണണം, കാരണം എനിക്ക് ഇന്ത്യൻ ജേഴ്സി അണിയാൻ സാധിച്ചില്ല. കേരള ജൂനിയർ ഫുട്ബോൾ ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ച്, തിരുവനന്തപുരം ജില്ലാ ജൂനിയർ സബ് ജൂനിയർ കോച്ച്, വിവിധ കോളേജുകളിലും സ്കൂളുകളിലും ദീർഘകാലത്തെ പരിശീലന പരിചയം. 2023 കേരള ജൂനിയർ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ, ഖേലോ ഇന്ത്യ ജൂനിയർ കേരള സായ് തിരുവനന്തപുരം, കേരള ജൂനിയർ ടീം തിരുവനന്തപുരം ജില്ലാ ടീമുകൾ തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം, A ലൈസൻസ് അറ്റൻഡഡ്, B ലൈസൻസ് ഹോൾഡർ, ഫിഫ ലൈറ്റ് യൂത്ത് ഡെവലപ്മെന്റിലും ഇംഗ്ലീഷ് പ്രീമിയർ സ്കില്ലിലുമെല്ലാം പങ്കാളിത്തം, SPT ടൈറ്റാനിയം വിവ കേരള സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീം, നാഷണൽ ഗെയിംസ് കേരള യൂണിവേഴ്സിറ്റി ടീമുകളിൽ കളിച്ച പരിചയം എല്ലാം ആർജിച്ച ശ്രീ എബിൻ്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഫുട്ബോളറാണ്. ഫുട്ബോള് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് വേണമെങ്കിൽ പറയാം. സ്റ്റീഫൻ സാറ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തു. ആ ഡ്രീമിന് അദ്ദേഹം റൺ ചെയ്ത് കേരളം മൊത്തം എൻ്റെ അക്കാഡമിയിൽ മഴ സമയത്ത് പോലും വന്ന് വിസിറ്റ് ചെയ്തു. അവിടെ എൻ്റെ കുട്ടികളെ കാണുകയും ഞങ്ങളോടൊപ്പം വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഇന്നും മനസ്സിൽ ഓർമ്മയുണ്ട്. മാഡത്തിന് എന്നെ മറന്നെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, മാഡം എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. മാഡത്തിന് ഓർമ്മ ഉണ്ടെന്ന് സംശയമുണ്ട്. എന്നാലും എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ അവാർഡാണ്. പിന്നെ ഞാൻ ഈ ബുക്ക് മറിച്ച് നോക്കിയപ്പോൾ, സാറിൻ്റെ ബുക്ക് മറിച്ച് വെച്ചാൽ ഇരയും വേട്ടക്കാരനെന്നൊരു വാക്കുണ്ട് സിഡാൻ്റെ ഫോട്ടോയായിട്ട്. അത് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. കാരണം ഈ കളിക്കളത്തിൽ ഇപ്പം ഞാനിന്ന് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്നത് മാട്ടിയേട്ടൻ ഈ സദസ്സിൽ കൊണ്ട് തോന്നുന്നു. മാട്ടിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വേറെ കൊണ്ടല്ല, എൻ്റെ 18ാമത്തെ വയസ്സിലാണ് SBT ടീം കളിക്കുന്ന ഹീറോകളാണ് ജിജു ഏട്ടനും BP ഷാജിയേട്ടനും ഒക്കെ. അപ്പോൾ മാട്ടിയേട്ടനാണ് അന്ന് ടീമിൻ്റെ ക്യാപ്റ്റൻ. സിസേഴ്സ് കപ്പ് നടക്കുമ്പം നമ്മൾ ഫൈനലിൽ കളി കഴിഞ്ഞപ്പോൾ മാട്ടിയേട്ടൻ ട്രോഫി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, ഇത് നീ കൊണ്ടുപോയിക്കോ, നിനക്ക് നീ തന്നെ വച്ചോ. ടീമിൻ്റെ ട്രോഫിയായിരുന്നു, ടീമിന് കിട്ടിയ ട്രോഫിയായിരുന്നു. ഇപ്പോൾ ഞാൻ കളിച്ചു തുടങ്ങിയത് ഒരു ഗ്രൗണ്ട്, ഞാൻ ഒരു ഗ്രൗണ്ടുള്ള സ്ഥലത്ത് നല്ല കളിച്ചത്, ഒരു കോച്ചുള്ള സ്ഥലത്ത് നല്ല ഒരു അംഗീകരണ ക്ലബ്ബ് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഞാനൊരു കളിക്കാൻ പറ്റിയത്. ഒരുപാടൊന്നും നേടിയില്ലെങ്കിലും എന്തൊക്കെയോ ഫുട്ബോളിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലും ഈ ഫുട്ബോൾ എന്നുള്ള ഗെയിം കാരണമാണ്. എനിക്കതിൽ ഒരുപാട് പേരുടെ കടപ്പാടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ലൂസ് ടോക്ക് എന്നെ ഏറ്റവും കൂടുതൽ മാത്യു സാർ എന്നോട് പറയും, നിൻ്റെ സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യണം. പക്ഷെ അത് ഞാനൊരു പട്ടാളക്കാരൻ്റെ മോനായിട്ടാണ് ജനിച്ചത്. പട്ടാള ക്യാമ്പിലാണ് 4-5 വർഷം വരെ ബാംഗ്ലൂർ എലഹ ക്യാമ്പിലായിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കും, ജനിച്ചു വീഴുമ്പോൾ കേട്ടുന്ന കാര്യങ്ങൾ, രാജ്യസ്നേഹവും പോരാട്ട വീര്യവും. പിന്നെ പഠിച്ചു വന്നപ്പം ഹിസ്റ്ററി ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അതിൽ ഈ ശിവജി, ഗെയ്ക്വാദ് ഇവരുടെയൊക്കെ പോരാട്ട വീര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരസേന, ഇതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കും പലപ്പോഴും ഞാൻ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഈ അഭിപ്രായങ്ങൾ പലപ്പോഴും അഭിപ്രായം പറയുന്നവരെ മോശക്കാരായിട്ട് കാണുന്ന ഒരു സമൂഹമുണ്ട്. ഞാനൊരു ഫുട്ബോളർ മാത്രമല്ല, എനിക്കിതിനു മുമ്പ് കിട്ടിയ ഒരു അവാർഡെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോട് കൂടി ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു അവാർഡാണ്. പക്ഷെ എനിക്കൊരു കോച്ചിങ് മേഖലയിൽ കിട്ടിയത് ഒരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണ്. ഇതെനിക്കൊരു വലിയൊരു മോട്ടിവേഷനാണ്. കാരണം മാഡത്തിനെ പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബി പ്രിയ മാഡത്തിന് അവാർഡ് കിട്ടുന്നു പുരുഷന്മാരിൽ എനിക്കെന്നാലും എനിക്കെന്നെ അത്ഭുതം തോന്നും. അപ്പോൾ എനിക്കെന്ത് പറയണമെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കതൊരു വലിയൊരു മോട്ടിവേഷനാണ്. പിന്നെ എൻ്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 15 വർഷമായിട്ട് കൊച്ചു കുട്ടികളെ കൊണ്ട് നടക്കുന്നു. രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഈവനിങ് കുട്ടികളെ പരിശീലിപ്പിക്കാൻ പോകും. അത് കാരണം ആൾക്കാരുമായിട്ടൊന്നും വലിയ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പൂറായിരുന്നു.
അത് കാരണം ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിമായിരുന്നു. കാര്യം എന്തിനും തുറന്ന് അഭിപ്രായം പറയുക, കൂട്ടുകൂടാതിരിക്കുക. എന്നോട് ലാസ്റ്റായിട്ട് ഇട്ടിമാതി സാറിന് തന്നെ പറയാം. ഇട്ടിമാതി സാറാണ് എന്നെ ഇപ്പോഴെന്തെങ്കിലും ആൾക്കാർക്കിടയിൽ എൻ്റെ ഒരു നല്ലൊരു ഫേസ് എനിക്ക് ഉണ്ട് എന്ന് പലരെയും ബോധ്യപ്പെടുത്തിയത് എന്നെ. കാരണം ഞാൻ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ഒരു കാരണത്തിൽ. എൻ്റെത് രാവിലെ പ്രാക്ടീസ്, വൈകിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക. ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. ഇന്ന് കോവളം FC ടീമിൻ്റെ പരിശീലനമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൽ അഭിമാനപൂർവ്വം നിൽക്കുന്നത്. എനിക്ക് മറ്റുള്ളതിനേക്കാൾ ഉപരി. കാരണം ആ പ്ലേയേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിലടക്കം കളിച്ച കളിക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും വലുത് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് ഉണ്ടാക്കണം എന്നെൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. കോവളം FC സ്ഥാപിച്ചു. ദൈവഭാഗ്യം കൊണ്ട് KSL എന്ന് പറയുന്നത് കേരള സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന് ഒരു ഫ്രാഞ്ചൈസി കോവളം FC-ക്കാണ് ലഭിച്ചത്. അത് കൊമ്പൻ FC എന്ന് പറയുന്ന പേരിൽ വളരെ മിടുക്കരായ നല്ലവരായ ആൾക്കാരാണ് അതിനുള്ളത്. പക്ഷെ പലപ്പോഴും ഫുട്ബോളിലെ ശത്രുക്കൾ ഫുട്ബോളിലെ ആൾക്കാർ തന്നെയാണ്. കാരണം സ്പോൺസർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ സ്പോൺസേഴ്സ് നമ്മളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. കഷ്ടപ്പെട്ട് കൊമ്പൻ FC സ്ഥാപിച്ചെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ സമീപത്ത് ഒരു ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ വന്നപ്പോൾ എല്ലാവർക്കും ലൈസൻസ്ഡ് കോച്ചസിനെ മതി, കളിച്ചവരെ വേണ്ട, അല്ലെങ്കിൽ കളി അറിയാമെന്നുള്ളവർ വേണ്ടെന്നൊരു ഡയലോഗ് വന്നു. ഞാനും അതുപോലെ തന്നെ എനിക്ക് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കൊമ്പൻ FC-യുടെ കോച്ചാകാൻ പറ്റില്ല. പക്ഷേ ഞാൻ അതിന് പുറത്ത് എന്നല്ല, എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രൊഫഷണൽ ടീം തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടാക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് നടന്നു. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കളിക്കാരോട് പറയുന്ന ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സത്യമാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ പലർക്കും ജോലി കിട്ടില്ല എന്നുള്ള പരിഭവം പറയാറുണ്ട്. പക്ഷേ ജോലി കിട്ടിയില്ലെങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഫുട്ബോൾ കളിക്കാരൻ അവൻ പോസിറ്റീവായിട്ട് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ എത്തിപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വലിയ കളിക്കാരനാകാൻ സാധിച്ചില്ല, പക്ഷേ വലിയ കോച്ചാകാൻ ആഗ്രഹവുമില്ല. പക്ഷേ എൻ്റെ ഗ്രാമത്തിലെ കുട്ടികളെ ഇന്ത്യ കളിപ്പിക്കുക, ഇന്ത്യൻ ജേഴ്സി അണിയിപ്പിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഏകദേശം അടുത്തെത്തിയാണ്. ഒരാൾ ഇന്ത്യൻ ക്യാമ്പ് വരെ വന്നു. പക്ഷേ ഇന്ത്യൻ ജേഴ്സി ഇട്ട് കാണണം. കാരണം എനിക്ക് ഇന്ത്യൻ ജേഴ്സി അണിയാൻ സാധിച്ചില്ല. ആ ഇന്ത്യൻ ജേഴ്സി എൻ്റെ കളിക്കാരിലൂടെ കാണണമെന്നൊരു സ്വപ്നത്തോടു കൂടി വർക്ക് ചെയ്യുന്നു. ഇനിയും വർക്ക് ചെയ്യും. ഇതുപോലെ ഈ അവാർഡ് തന്ന എല്ലാവർക്കും, എന്നെ സെലക്ട് ചെയ്ത കോച്ച് CC സാറ്, MN ജേക്കബ് സാറ്, ഇവർക്കൊക്കെ എങ്ങനെ നന്ദി പറയാമെന്ന് അറിയില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് പലർക്കും അറിയില്ല. പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു ഭീകരനായിട്ടാണ് എനിക്ക് ഈ വേദിയിൽ ഞാൻ പറയുന്നതിലൊരു സന്തോഷം അല്ല അഭിമാനമുള്ള ഒരു ഭീകരനായിട്ട് തന്നെയാണ്. എന്നെ ഇപ്പോഴും വരുമ്പോൾ പോലും ഇട്ടി സാർ എന്നെ ഉപദേശിച്ചതാണ്, നിന്റെ ഫേസ് മാറ്റണം, എല്ലാവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ സോറി, ഞാനത് ശ്രമിക്കാം. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ പോയി എൻ്റെ കുട്ടികൾക്ക് വേണ്ടി, ഞാൻ കോച്ചിങ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഒന്നും ഫണ്ട് തരില്ല. ഒന്നുകിൽ കൊടിയുടെ നിറം നോക്കി, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇന്ന് ഫണ്ട് പലരും കിട്ടുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൊടി പിടിക്കാനും തയ്യാറല്ല. ഒരാളുടെ പോയി വെച്ചല്ല, ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ അടുത്ത് പോയി കാല് പിടിക്കും. എനിക്കൊരു നാണക്കേടുമില്ല. അങ്ങനെ കാല് പിടിച്ചിരുന്ന ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് ട്രിവാൻഡ്രം ജില്ലയിൽ അറിയാം. കേരള പോലീസും KSEB, ടൈറ്റാനിയം, SBT പോലുള്ള ലോകത്തെ ടീമുകളെന്ന് ഞാൻ പറയും. ആ ടീമുകൾക്കിടയിൽ അവർ പോലും പറഞ്ഞു ഇവിടെ ഒരു പ്രൊഫഷണൽ ടീം വരില്ല. പക്ഷെ ഞാനത് യാഥാർത്ഥ്യമാക്കി. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് ഇനിയും തുടരും. ഇനി കുട്ടികൾക്ക് തുടരും. അപ്പോൾ എനിക്ക് വാക്കുകൾ ഒരുപാടായിപ്പോയി. എന്തെങ്കിലും ഇനിയും തെറ്റ് പറഞ്ഞെങ്കിൽ, കാര്യം കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ഞാൻ പോലും പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാറില്ല. അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം തീർച്ചയായിട്ടും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഏത് കാര്യങ്ങളും കവർ ചെയ്യാൻ എനിക്ക് ദൈവം എന്നോടൊപ്പമുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആ ദൈവവിശ്വാസത്തിലും എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അച്ഛനും അമ്മ ഇല്ല, അതുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാർ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാവും എന്ന് നിങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. നന്ദി.